വെച്ചിട്ടാണ് അത് പിന്നെ മാഷന്മാര് തിരുത്തേണ്ടതായിരുന്നു. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. പുറത്തുനിന്ന് സാധനം ഇറക്കിയാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. കുപ്പിവെള്ളമൊക്കെ ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ഇന്നലെ രാത്രി അധ്വാനിച്ചുണ്ടാക്കിയാണ് വർക്ക് വെച്ച് ഒറൈസ് ഉണ്ടാക്കിയിട്ട് ഇത് ഇത്രയും നേരമായിട്ട് കട്ടായിട്ട് പോലും ഇല്ല. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും എയിംസ് സ്കൂളിൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സ്കൂളിൽ നമ്മുടെ പ്രിയപ്പെട്ട എയിംസ് അൽഫല ഇൻ്റഗ്രേറ്റഡ് മോഡേൺ സ്കൂൾ കാടപ്പടിയിൽ കുട്ടിച്ചന്ത, കുട്ടികൾക്ക് ബിസിനസ് മൈൻഡുകൾ എങ്ങനെ ഉണ്ടാക്കാം, കുട്ടികൾക്ക് എങ്ങനെ ബിസിനസ് ചെയ്യാമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സെക്ഷൻ ആയിട്ടുള്ള രീതിയിൽ ഒരു കുട്ടിച്ചന്ത ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. സോ ഇവിടേക്ക് വന്നപ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെട്ടുന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ ഒരു ക്രൗഡ്, ഇത് ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരുടെ വണ്ടികളാണ്, ഇവിടെ നിർത്തിയിട്ടുള്ള വണ്ടികളാണ്. ആൾക്കാരും കാണല്ലേ, ആകെ എന്ത് തോന്നുന്നു നമ്മളെ ഈ ഒരു കുട്ടിച്ചന്തയിലേക്ക് വന്നതുകൊണ്ട്? പ്രോഗ്രാമായിട്ട് തോന്നൂലേ? ഷെയറായിട്ട് ഇതിന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് ബിസിനസ് മൈൻഡുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഉഷാറായിട്ടല്ലേ? ഓക്കെ, താങ്ക് യു. സ്കൂളിന്റെ പേര് വരെ നോട്ട് ചെയ്തിട്ടുള്ള പേരാണ്. ഓൻ കച്ചവടമാണല്ലോ ഇവിടെ. പോപ്കോണാ? ഒരു പോപ്കോൺ എത്ര? ഒരു പോപ്കോൺ എത്ര? 10 റുപ്യ? 5 റുപ്യേന്റെ ഏതാ പോപ്കോൺ? കാണിച്ചടി, നോക്കട്ടെ. 5 റുപ്യേന്റെ പോപ്കോൺ നോക്കട്ടോ. ഇതിലുണ്ടോ? അത് 5 ഇതാ വലുത് 10, ഇത് 5. എന്താ അതിന്റെ അടുത്ത് എന്താ ഉള്ളത്? 5 റുപ്യക്ക് എന്താ ഉള്ളത്? ഇതെന്താ? പൈനാപ്പിൾ ഉപ്പിലിട്ട്. ഭയങ്കര ലാഭമുള്ള കച്ചവടമാണ് ഇതൊക്കെ. ഇവിടെ എന്താ സീൻ്റെ അടുത്ത് എന്താ ഉള്ളത്? ഇതെന്താ? മാങ്ങ. എത്ര റുപ്യ മാങ്ങക്ക്? 1 100 റുപ്യ. ഹലോ, അസ്സലാമു അലൈക്കും. എന്താ ഉള്ളത് നിങ്ങളുടെ അടുത്ത്? എന്താ ഉള്ളത്? ഇതൊക്കെ എന്താ? ഇവിടെ നെയിം ബോർഡൊക്കെ ഉണ്ടല്ലേ? എന്താ നിങ്ങളെ കടന്റെ പേരെന്താ? നിങ്ങളെ സ്ഥാപനത്തിന്റെ പേരെന്താ? ഡ്രസ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഉഷാറായി. ഇവിടെ വേറൊരാളും കൂടി ഉണ്ടല്ലേ? ഇത് നിങ്ങളുടെ അടുത്തുള്ളത് മുരിങ്ങന്റെ അല്ലേ? എത്ര റുപ്യ മുരിങ്ങന്റെ ഇലക്ക്? എത്ര റുപ്യ? 50 റുപ്യ? 5 റുപ്യ? ലാഭമുള്ളല്ലോ സാർ. സാധനം എഴുതിയിട്ടുണ്ട് 5 രൂപക്ക് മുരിങ്ങ. 5 രൂപക്ക് മുരിങ്ങണ്ടല്ല. ഭയങ്കര ലാഭ കച്ചവടം. എന്താ ബിശ്രുമോന്റെ അടുത്ത് എന്താ ഉള്ളത്? ഇമ്പിളി മുട്ടായോ? ഇത് മുട്ടായി ഉണ്ടോ? ഇത് മുട്ടായിയാ? എന്താ ഉള്ളത്? ഇതെന്താ സാധനം? എന്താ? ചമ്മന്തി. ഇതെന്താ? പൂളെ? ചമ്മന്തിയും കപ്പയാണുള്ളത് അല്ലേ? സൂപ്പറായിട്ട് കേട്ടോ. അല്ലാ, ഇതെന്താ? കട്ട്ലേറ്റോ? കട്ട്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കട്ട്ലേറ്റ് എത്ര റുപ്യ ഒരു കട്ട്ലേറ്റ്? ടേസ്റ്റ് ഉണ്ടോ നോക്കാൻ പറ്റില്ല, വാങ്ങിയിട്ട് നിന്നാ. നല്ല ടേസ്റ്റ് ഉണ്ടോ നോക്കാൻ പറ്റില്ല. ഹെൽത്തി ഐറ്റങ്ങൾ അല്ലേ? എന്താണ്? കേക്കോ? ഇത്രയും ഇതെന്താ? കേക്കിന്റെ പേരെന്താ? 10 റുപ്യ. ഒരു കട്ടക്ക് 10 റുപ്യ. ഒരു പീസിന് 10 റുപ്യ. വാവ്, അടിപൊളി. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. എന്താണ്? എന്താ പാട്? ഇപ്പിലിട്ട ടീമാ ആ ടീമാ ഉഷാറായി നിൽക്കണം കേട്ടോ. സ്റ്റൈലിൽ പിടിവെട്ട രുചികൾ. ഈ ഇടിവെട്ട സ്റ്റൈലിൽ പിടിവെട്ട രുചികളുമായി ഹാദി എന്താണ് പറയാനുള്ളത്? എന്തൊക്കെയുണ്ട്? ഇതെന്ത് സാധനം? ബീട്രൂട്ട്. ഓക്കെ. ഇതെന്താ? ഓക്കെ. അത് നമ്മള് അടുത്തത് മക്രോണി പോള. അതൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കണ്ടേ? കാണിച്ചേ മക്രോണി പോളൊന്ന് കാണിച്ചേ. ഇതാണ് മക്രോണി പോള. അതെങ്ങനെ വിൽക്കണേ? ഒരു പീസിന് എത്ര? 8 റുപ്യ. ഭയങ്കര കച്ചവടമാണ് നടക്കുന്നത്. എന്താ? കിടക്കാൻ ബെഡ്, ഉടുക്കാൻ മുണ്ട്, ഇവിടെയുണ്ട് മുണ്ട്. എന്താ ഉള്ളത്? റേറ്റ് കച്ചവടമാണ് ഇവിടെ ഉള്ളത്. എന്താണ് നിങ്ങളുടെ അടുത്ത് എന്താ ഉള്ളത്? ഇതെന്താ സാധനം? കൈന ചെക്കല്ലേ? എത്ര റുപ്യ ഒരു പീസിന്? 5 റുപ്യ. എന്താ ഉള്ളത്?
കിൻഡർ ജോയ്ക്ക് ഒന്നുങ്ങണോ ഗിഫ്റ്റുകളോ ഉഷാർ ഉഷാർ എന്താ എന്താ ഇതെന്ത് സംഭവം ഇതെന്ത് സംഭവം വിൽക്കാൻ വേണ്ടി കൊടുന്ന ഓ ആ മുട്ടായി കാക്ക ഇവിടെ അയാൻ മുട്ടായി കാക്ക ഇവിടെ എങ്ങനെയുണ്ട് കച്ചവടം എങ്ങനെ പോണേ എന്തൊക്കെയുള്ളേ മുട്ടായി എന്തൊക്കെയുള്ളേ ആ അതൊക്കെ ഓരോ പാക്കല്ലേ ഒന്നിനെത്ര 20 റുപ്യ ഒറ്റൊരുതിന് ഔ ഭയാനകരമായ കച്ചവടമാണ് വാളുകളിൽ പോലും ഇല്ലാത്ത കച്ചവടങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എത്ര ഇതൊക്കെ ഓ പെൻസില് എയർ പെന്റ് അടിപൊളിയായിട്ടോ ഇവിടെ ഷെഫ് നിൽക്കുന്നുണ്ട് മാസ്റ്റർ എം ഷെഫ് എന്താണ് ഷെഫിന് പറയാനുള്ളത് എന്തൊക്കെയാണ് ഷെഫിന്റെ കയ്യിലുള്ളത് ഉപ്പിലിട്ട പല വക സാധനങ്ങൾ ക്യാരറ്റ് അതുപോലെ സാർ എന്താണല്ലേ എവിടെ കാന്താരി കപ്പ് ഒന്ന് കാണിച്ചടി വിഭവങ്ങളുടെ ഒരു കൂട്ടം തന്നെ അല്ലേ എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെ പെരുവള്ളൂർ ചന്ത അൽഫലാന്റെ ചന്താക്കാണ് ഏറ്റവും നല്ലത് അത്രക്കും വിഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താ ഉള്ളത് ആ ഷെഫ് മിസ്റ്റർ ഷെഫ് സൊലാഹ് പറഞ്ഞോ എന്താ സൊലാഹിന്റെ അടുത്ത് എന്തൊക്കെയുള്ളത് സമൂസ ഒന്നിന് എത്ര രൂപ സമൂസ ഒന്നിന് 5 റുപ്യക്ക് നിങ്ങൾക്ക് സമൂസ അൽഫലായിൽ മാത്രമേ കിട്ടുള്ളൂ എയിംസ് സ്കൂളിൽ മാത്രമാണ് 5 റുപ്യക്ക് സമൂസ കിട്ടുള്ളൂ വേറെ എന്താ അച്ചാറുകളുടെ കാന്താരി മുളക് പാക്കാക്കിയ കാന്താരി മുളക് മുട്ടായി നെല്ലിക്ക ഉപ്പിലിട്ടത് ഇതെന്താ കപ്പലന്റെയോ കടല ഷാമിൽ ഷാമിലിന്റെ എന്താ സാധനം ഉള്ളത് പുളിയച്ചാറോ വളരെ നന്നായിട്ടുണ്ട്. ഇവിടെ ഒരു ഉപ്പിലിട്ട കടക്കാരുണ്ട് ചോദിക്കാം എന്തൊക്കെയാണ് ഉപ്പിലിട്ട കടക്കാരനത് എന്തൊക്കെയാണുള്ളത് എന്തൊക്കെയാണ് പറഞ്ഞോളി പ്രൈസ് ഒക്കെ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് 5 റുപ്യ അല്ലേ ഇത്ര വലുപ്പമുള്ള മാങ്ങ 5 റുപ്യക്ക് ഇവിടെ കിട്ടുള്ളൂ വേറെ എവിടെയും കിട്ടൂല അല്ലേ ഇവിടെ എന്താ ഇയാളടുത്ത് എന്താ ഉള്ളത് ഇതെന്താ കേക്കോ എത്ര ഒന്നിനെത്ര 10 റുപ്യക്ക് ഒരു കേക്ക് കിട്ടും. സർ എന്താണ് പറയാനുള്ളത് വളരെ വിഭവസമ്പന്നമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ നമ്മള് ഇവിടെ ചന്ത കഴിഞ്ഞു വിപുലമായ പരിപാടിയില്ല എന്താ എന്താ ഇവിടെ എന്താ കട്ട്ലേറ്റോ എന്ത് കട്ട്ലേറ്റാ ചിക്കൻ കട്ട്ലേറ്റാ ചിക്കൻ കട്ട്ലേറ്റ് എത്ര റുപ്യ ഒന്നിന് 10 റുപ്യ 5 റുപ്യ ചിക്കൻ കട്ട്ലേറ്റ് കിട്ടൽ ഇവിടെ ആയിരിക്കും കേട്ടോ 5 റുപ്യക്ക് ചിക്കൻ കട്ട്ലേറ്റ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് എന്താ നേരിന്റെ അടുത്തുള്ളത് ഓ കാടമുട്ട കൊണ്ടുവന്നുണ്ടോ എന്താ കാടമുട്ടക്ക് എത്ര റുപ്യ 12 റുപ്യ അടിപൊളി 5 റുപ്യ 5 10 റുപ്യ സാറേ സാർ ബ്ലാക്ക് ഫോറസ്റ്റ് അതുപോലെ തന്നെ വൈറ്റ് ഫോറസ്റ്റ് അങ്ങനെ പലവിധ കേക്കുകൾ കണ്ടിട്ടുണ്ട്. സാർ അവിടെ കേക്ക് ഉണ്ട് ചിക്കൻ കേക്ക് ചിക്കൻ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കേക്ക് ചിക്കൻ കൊണ്ട് നിർമ്മിച്ച കേക്ക് ഇവിടെ 10 രൂപക്ക് 5 കാടമുട്ട കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് 10 രൂപക്ക് 5 കാടമുട്ട 10 രൂപക്ക് 5 കാടമുട്ട 10 രൂപക്ക് 5 കാടമുട്ട ദുനിയാവിൽ കിട്ടൂലോ ആരെങ്കിലും കൊണ്ടുവന്ന് നമ്മൾ 100 റുപ്യ കൊടുക്കും ആരെങ്കിലും കൊണ്ടുവന്നാൽ 100 റുപ്യ കൊടുക്കും ഇവിടെ 10 രൂപക്ക് 5 കാടമുട്ട എന്താ ഇവിടൊക്കെ എന്തെയ്യുള്ളത് ഓ മുട്ടായികളുടെ ശേഖരങ്ങളാണ് ഇവിടൊക്കെ പഴംപൊരി എത്ര റുപ്യ പഴംപൊരി ഇങ്ങനത്തെ സാധനം പുറത്ത് കടിയിൽ പോലും കിട്ടൂല ഇങ്ങനത്തെ സാധനങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതെങ്ങനെ ഒരു പീസ് എങ്ങനെ കൊടുക്കണേ 10 റുപ്യക്ക് ഒരു പീസോ ഭയങ്കര ലാഭമുള്ളതൊക്കെ വീട്ടിലുണ്ടാക്കിയ
ഇതേ യൂറോപ്യൻ സ്റ്റൈല് വിൽപ്പനകളാണ് കച്ചവടത്തിന് വാങ്ങല. സത്യം സത്യം സത്യം. ഇവിടുത്തെ പല കാര്യങ്ങളും കേരള ഗവൺമെന്റിന് തന്നെ മാതൃകകളാണ്. ഇവിടെ ഗപ്പി കച്ചവടം വരെ നടക്കുന്നുണ്ട്. ഗപ്പി എത്ര ഒരു ഗപ്പി എത്ര ഗോൾഡ് ഫിഷാ ഗപ്പി ഫിഷ് ഒരു പേര് 20 റുപ്യ. നഷ്ടമല്ല അപ്പോ. ആ ഗർഭിണിയായിട്ട് ഗപ്പികളോ? ഈ ഗപ്പികളെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ലാഭമാണ്. കാരണം ഇത് ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ 5 എണ്ണാവും. നല്ല അടിപൊളിയായിട്ടുള്ള ഗപ്പികളാണ് നിൽക്കുന്നുണ്ട്. അടുത്തത് ഇവിടെ ഒരു ഷെഫ് നിൽക്കുന്നുണ്ട്, മാസ്റ്റർ ഷെഫ്. എന്താണ് മാസ്റ്റർ ഷെഫ് എന്താണ് ഉള്ളത്? പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ക്യാഷ് ഇല്ലാത്തവർക്ക് ഗൂഗിൾ പേ സ്കാനറുകൾ ഉണ്ട്. ഗൂഗിൾ പേ സ്കാനറുകൾ വരെ ഉണ്ട്. വളരെ ഗ്രാൻഡ് ആയില്ല. ഓ ഇവിടെ എന്താണുള്ളത്? എയർബെൻഡോ? എയർബെൻഡാണോ? പറഞ്ഞുകൊണ്ടോ തിന്നാൻ കൊണ്ട് വിൽക്കാൻ കൊണ്ടുവന്ന സാധനം തിന്നാൻ പാടില്ല. ഓ ഇളനീർ പായസോ? ഇതെങ്ങനെ വില? എങ്ങനെ ഒരു ക്ലാസ്സിന് എത്ര രൂപയൊക്കെ കൊടുക്കണ്ടേ? നമ്മുടെ ചന്തയുടെ ഒരു മൂലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സിന് 10 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഇളനീർ പായസം കിട്ടുന്നതാണ്. സത്യം സത്യം. അടുത്തത് ഈ ഭാഗത്തുള്ള നമ്മളെ കച്ചവടക്കാരുടെ എല്ലാ വീഡിയോസും കണ്ടു. ഇത് നമുക്ക് ജസ്റ്റ് ടേൺ ചെയ്തിട്ട് ഇങ്ങോട്ട് പോകാം. പെരുവള്ളൂർ ചന്ത വരെ നെട്ടുന്ന രീതിയിലാണ് എയിംസ് സ്കൂളിലെ ചന്തകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവിടെ ഉള്ളത് പറഞ്ഞോ? ചിക്കൻ കേക്കോ? ചിക്കൻ കേക്ക്. ഓ എത്ര രൂപ ഒരു ചിക്കൻ കേക്കിന്? 5 രൂപക്ക് ഒരു ചിക്കൻ കേക്കോ? പുറത്ത് പോലും കിട്ടും. നിങ്ങൾക്ക് നഷ്ടല്ലേ ഈ സംഭവം? ചെറിയ പൈസ ഉള്ളൂല്ലേ? ചെറിയ പൈസക്ക് വലിയ വലിയ സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവിടെ? എന്താ ഇതെന്ത് സാധനം? വെറൈറ്റി ആയി നിങ്ങൾക്ക്. അതെന്ത് സാധനം? എന്താ ഒരു എവിടെ 10 രൂപക്ക് ഇവിടെ ബ്ലാക്ക് ഫോറസ്റ്റ് കൊടുക്കണേ? ഇവിടെ ഒരുപാട് ഷെഫുകളുണ്ട്, ഒരുപാട് കച്ചവടക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണിത്? ഉണ്ണിയപ്പം അല്ലെ? ഒരു പാക്ക് ഉണ്ണിയപ്പം 25 റുപ്യ. ഒരു പാക്ക് ഉണ്ണിയപ്പം 25 റുപ്യ. ഇതാണോ പാക്ക്? ഈ പാക്ക് ഉണ്ണിയപ്പത്തിന് 25 റുപ്യ അല്ലേ? ഈ ഒരു പാക്കിനാണ് 25 റുപ്യ കൊടുക്കുന്നത്. വളരെ വലിയ ലാഭമാണ്. ഔഷധങ്ങളിലേക്ക് മാറാൻ നമ്മളെ കാഴ്ചകൾ. എന്തൊക്കെയാണിത്? ഇതെന്താ സാധനം? മത്തന്റെ അല്ലേ? മത്തന്റെ അല്ലേ? ഇതോ കച്ചാർവായ അല്ലേ? ഇങ്ങനെ കച്ചാർവായൊക്കെ ഇത്ര വില കുറവിൽ എവിടെയും കിട്ടുമോ? ഔഷധ ഗുണങ്ങളുള്ള കച്ചാർവായ തീർച്ചയായിട്ടും. അടുത്തത് ഇവിടെയും ഇലവർഗ്ഗങ്ങളുടെ ഒരു ശേഖരണം നമുക്ക് കാണാൻ സാധിക്കുന്നത്. എവിടെ നമുക്ക് കിട്ടൂല അല്ലേ? ഇത്ര വിലക്ക് എവിടെയും കിട്ടൂല. ഇതെന്താ പാൻ കേക്കോ? ആ യെസ് യെസ്. ഇതിന് എത്ര രൂപ ഒരു പീസിന്? 10 രൂപയ്ക്ക് ഒരു പീസ് കൊടുക്കണ്ടോ? ഭയങ്കര ലാഭമാണല്ലോ. പോയി വേറെ ഇപ്പൊ എന്താ ഇവിടെ? എന്താ പോപ്കോണോ? വളരെ ഭയങ്കര രീതിയിൽ പോപ്കോണ്. കച്ചവടത്തിന്റെ മാർക്കറ്റിംഗ് എന്താണെന്ന് പഠിപ്പിച്ചു തരുന്ന ശൈലികൾ. പോപ്കോൺ അപ്പോ ഇത് ചെലവായോ? പൈസക്ക് ചെലവായോ? ആ വന്നു കച്ചവടം തുടങ്ങി. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഇവിടുത്തെ പാടെന്താ? ഇവിടുത്തെ അടുത്തെന്താണ്? കേക്കോ? ഇറച്ചി കേക്ക് 15 രൂപക്ക് ഇവിടെ ഷവർമ. എവിടെ എവിടെ 15 രൂപക്കുള്ള ഷവർമ ഇവിടെ കാണാൻ പറ്റും. 15 രൂപക്കുള്ള ഷവർമ ഇവിടെ 15 രൂപ ഷവർമ. സിറ്റിയിൽ നിന്നല്ല എവിടെ പോയാലും കിട്ടൂല. ഷവർമക്ക് 15 രൂപ. എവിടെ സാധനം? ഇവിടെ പ്രശ്നമായിട്ടോ പരിഹാരം കണ്ടേ മതിയോ? അടുത്ത ആൾക്കാരെ വീണ്ടും നമ്മളെ പഴയ സ്ഥലത്ത് തന്നെ എത്തി. ഇവിടെ കണ്ണടക്ക വെച്ചിട്ട്
ഒരാളുണ്ട്. എന്താണ് ഷെഫിന്റെ പേര്? ബലൂണുള്ളൂ. എന്തൊക്കെയാണ് വിൽക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്? ക്രീം പീസ്. എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്? പ്ലേറ്റ് അനുസരിച്ചാണ് കൊടുക്കണേ. ഒരു പ്ലേറ്റിന് എത്ര രൂപ വെച്ചാൽ കൊടുക്കണ്ടേ? 20 രൂപ. പ്ലേറ്റിന് ഒരു പ്ലേറ്റിന് 20 രൂപ ഉള്ളൂ. ഇവിടെ കാടപ്പടി അങ്ങാടി സെവൻസ് തട്ടുകടി പോയ 7 രൂപയൊക്കെ കൊടുക്കല്. ഇവിടെ 20 രൂപ ഉള്ളൂ. ഇത്ര ലാഭമുള്ള ഒരു സംഭവം ഇല്ല കേട്ടോ. ഇനി പറയും ഷെഫിന്റെ അടുത്തല്ലേ? ഇളനീർ പായസം. വീണ്ടും ഇളനീർ പായസം. ഒരു ഗ്ലാസ്സിന് എത്ര? ഇവിടെ മറ്റൊരു കച്ചവടക്കാരൻ റെഡി ആയിട്ട് നിൽക്കുന്നത്. എന്താണുള്ളത് നിങ്ങളുടെ അടുത്ത്? എന്താണുള്ളത്? ഇതെന്ത് സാധനം? ഔലു മിൽക്ക് ഉണ്ടല്ലേ? ഒരു ഗ്ലാസ്സിന് എത്ര രൂപ വെച്ചാ കൊടുക്കുന്നേ? 10 രൂപ. ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനം അല്ലേ? എയിംസ് സ്കൂളിന്റെ കീഴില് ബൺമസ്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര രൂപയാണ് ഒരു ബൺമസ്കിന്? 10 രൂപ. 10 രൂപയ്ക്ക് ഒരു ബൺമസ്കോ? സാർ ഇത് അത്ഭുതം. ഇവിടെ കുറച്ചപ്പുറത്തേക്ക് പോയ ഒരു കട ഉണ്ട്. അവിടെ 50 രൂപ കൊടുക്കണം ഒരു ബൺമസ്കിന്. സർ വലിയ കടകളിൽ മാത്രം കാണാൻ പറ്റുന്ന അതുപോലെ പുഡിങ്ങോ ഗ്ലാസ് കേക്കിലെ ഇതെന്ത് സാധനം? ഗ്ലാസ് കേക്ക്. ഗ്ലാസ് കേക്കിന് എത്ര രൂപ ഒരു പീസ്? സാറേ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോകാം. അടിപൊളി അവലുണ്ട്. എത്ര രൂപ ഒരു അവലുണ്ട്? 5 രൂപ. വെറും 5 രൂപയ്ക്ക് ഒരു അവലുണ്ട് അല്ലേ? ഇവിടൊക്കെ ഭയങ്കര ഈസി ബിസ്ക്കറ്റ്. ഓ ചട്ടിപ്പത്തിരിയോ? ഇഞ്ചി. പിന്നെന്തൊക്കെയാണ്? എത്ര രൂപയ്ക്ക് ഒരു പീസ് കൊടുക്കണോ? ഷെൻസ പറഞ്ഞോളി എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു. യെസ് 3 A ക്ലാസ്സിൽ നിന്നുള്ള സൂപ്പർ മാർക്കറ്റ് നടക്കുന്നത്. സ്റ്റിക്കർ ഉണ്ടല്ലേ? എല്ലാ കാര്യങ്ങളും ഉണ്ട്. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും ആവശ്യമുള്ള വാഴപ്പിണ്ടി വരെ കൊണ്ടുവന്നിട്ടുണ്ട്. കച്ചവടത്തിന്റെ സത്യം പറഞ്ഞാല് യൂസ് പഠിക്കാൻ ഒരു വെല്ലുവിളിയാണ് സത്യം പറഞ്ഞ എയിംസിന്റെ സൽമാൻ ഉസ്താദിന്റെ ഒരു പ്രഖ്യാപനം. പിസ്സ ശ്രദ്ധിക്കാം. നമ്മുടെ പേരൻസ് എല്ലാവരും ഗ്രൗണ്ടിലേക്ക് വരും. നമ്മുടെ ഇൻഫ്ലുവൻസർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉദ്ഘാടന കർമ്മം നടക്കുകയാണ്. എല്ലാവരും ഗ്രൗണ്ട് സെന്ററിലേക്ക് ഒന്ന് വരാം. നമ്മുടെ ലക്കി ഡ്രോ ബോക്സ് ഉള്ള സർ എല്ലാവരും ഈ ഒരു ഗ്രൗണ്ടിലേക്ക് വന്നാല് ഒരു 5 മിനിറ്റിന്റെ ഉദ്ഘാടനം. പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാവുന്നതാണ്. 10 രൂപന്റെ പിസ്സ. ഈ കാറ് പാർക്ക് ചെയ്തിട്ടില്ല നമ്മുടെ ഗ്രൗണ്ടിലേക്ക്. സർ നമ്മുടെ ഈ ഭാഗത്തിലെ എല്ലാ കച്ചവടവും ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇനി മറ്റൊരു ഭാഗം കൂടെ ഉണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ നെട്ടിക്കൽ ബിരിയാണി വരെ അവൈലബിൾ ആണ് എന്നുള്ള ഒരു കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് നമ്മളെ കുട്ടിച്ചന്തനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടി അല്ലേ? പിന്നെ പെരുവള്ളൂർ ചന്ത ഇങ്ങോട്ട് മാറ്റിയാലോ എന്നുള്ള ചിന്തകൾ വരെ നമുക്കുണ്ട് അല്ലേ? ഉണ്ടല്ലേ? കുറവുണ്ട്. ചന്ത ഇങ്ങോട്ടുള്ളത് മാറ്റിയിട്ടുണ്ട്. നമ്മളെ ചന്ത അതായത് കുട്ടിച്ചന്തന്റെ തുടക്ക ഭാഗം തന്നെ മെയിൻ എൻട്രൻസിൽ തന്നെ നമുക്കിവിടെ പാത്തുമ്മാന തട്ടുകട. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് ജസ്റ്റ് നോക്കാം. പാത്തുമ്മാന തട്ടുകടയിൽ എന്തൊക്കെയുള്ളത്? നിങ്ങൾ 6 ആളും കൂടി ഈ കച്ചവടം നടത്തുന്നില്ലേ? 6 ആളും കൂടി. എയിംസ് സ്കൂളിലെ 6ാം ക്ലാസ് വരെ തട്ടുകടയാണ് പാത്തുമ്മാന തട്ടുകട. അപ്പോ ഇവിടെ ഉള്ള വരൂ ചായക്കൊപ്പം ചൂട് കടി കഴിക്കാം. RS20, മസ്ക് ബണ്ണ് 30, കോംബോ 45. ഇത് ഭയങ്കര ലാഭമാണല്ലോ. ഇറാനി ചായ 20 രൂപ, മസ്ക് ബണ്ണ് 30 രൂപ, ടോട്ടൽ 50. നിങ്ങൾക്ക് ടോട്ടൽ 10 രൂപയ്ക്ക് ഇത് കോംബോ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 45 രൂപയ്ക്ക് സാധനം കിട്ടും. എന്തൊക്കെയാണുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താണ്. എന്തൊക്കെ സാധനങ്ങളിൽ? ഇതെന്താ? കോഴിമുട്ട. ഒരു പീസിന് എത്ര കൊടുക്കണ്ടേ? 10 രൂപയ്ക്ക് ഒരു കോഴിമുട്ട. അതായത് മസാലയൊക്കെ തേച്ച കോഴിമുട്ട. പുറത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ 15 രൂപ 20 രൂപ കൊടുക്കേണ്ടി വരും. ഇത് കാടമുട്ട. ഇതെങ്ങനെ കൊടുക്കുന്നത്? സോറി അതെങ്ങനെ കൊടുക്കുന്നത്? പ്ലേറ്റ് 10. ഒരു പ്ലേറ്റിന് 10. ഒരു പ്ലേറ്റിൽ എത്ര പീസ് ഉണ്ടാവും? 4 പീസ്. ഒരു പ്ലേറ്റിന് 10. ഭയങ്കര ലാഭമാണുള്ളത്. പല സാധനങ്ങളും വിഭവങ്ങൾ കൊണ്ട്. ഇതെന്താ സാധനം? ഇഞ്ചി.
ഇത് ആദ്യമായിട്ടാ കാണണ്ട് ഇഞ്ചി. ഇതെങ്ങനെ ഒരു പാക്ക് എത്ര ഇഞ്ചി കൊടുക്കുന്നത്? 15 റുപ്യക്ക് ഒരു പാക്ക് കൊടുക്കുന്നത്. എങ്ങനെ വന്നാലും പിന്നെ ലൈവായിട്ട് ഇറാനി ചായ കുക്കിംഗ് ഉണ്ട്. ഷെഫ് ഇവിടെ ഉണ്ട്, ഷെഫിനെ പരിചയപ്പെടാം. എന്തൊക്കെയാണ് ഈ ഇറാനി ചായയിൽ ഉൾപ്പെടുത്തുന്നത്? ഓളാണ്. ഇവിടെ എന്താ പിന്നെ സാധാ ചായ, പാൽ ചായ, വേറെന്താ കോഫി ഉണ്ടോ, കട്ടൻ ചായ. ഇതാണ് സത്യം പറഞ്ഞ എയിംസ് സ്കൂളിന്റെ ചന്ത നടക്കുന്ന സ്ഥലം. സോ വളരെ വിപുലീകരമായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഇവിടുന്ന് ഇങ്ങനെ ഒരു പന്തൽ ആദ്യം തുടങ്ങുന്നു, പിന്നെ അതിന്റെ അവസാനം അവിടെ നിൽക്കുന്നു, അവിടുന്ന് വീണ്ടും തുടങ്ങുന്നു. അവിടെ 3 ലെയറിലായിട്ടാണ് ഈ ഒരു ചന്ത നടക്കുന്നത്. അത്രയും വിപുലീകരിച്ചിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ചന്ത നടക്കുന്നത്. കാര്യമെന്നാലും നമ്മുടെ കുട്ടികളെ മാത്രമാണ് വീഡിയോയിൽ കാണാൻ പറ്റുക. ജസി ആജിഖ് നമ്മുടെ ഈ ഒരു സംഗമം ഉദ്ഘാടനം ചെയ്യുകയാണ്. എല്ലാവരും കൈയടക്കി. അതെ, ചിക്കൻ മദർഹത്തിന്റെ കണ്ടെയ്നറുകൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഒറ്റക്കുന്നത് എയിംസ് സ്കൂളിലെ കുട്ടികൾ ഒരുമിച്ച് കൂട്ടിയ അവരുടെ വീടുകളിൽ നിന്ന് ഹോം മെയ്ഡ് ഐറ്റംസുകളാണ്. അടിച്ചോ അയിമടിച്ചോ. നമ്മൾ കണ്ടത് തുടക്കം കണ്ടു, അതുപോലെ നമ്മുടെ ഈ ഒരു ലെവലും കണ്ടു. ഇവിടൊക്കെ പുതിയ കച്ചവടക്കാർ വന്നിട്ടുണ്ട്. എന്തായാലും അടുത്ത ഒരു ലെവലിലേക്ക് പോകാം. ഇവിടുന്ന് ഇത്ര നീണ്ട് പരന്ന് കിടക്കുന്ന ഒരു എന്താ പറയുക ചന്തയാണെന്ന് പറയാം. പലചരക്ക് സാധനങ്ങൾ മുതൽ എല്ലാ സാധനങ്ങളും നിലവിൽ വന്നിട്ടുള്ള ഒരു ചന്തയാണ്. എന്താണ് ഇവിടെ സ്പെഷ്യലായിട്ട് എന്താ ഉള്ളത് നിങ്ങളുടെ അടുത്ത്? ഞാൻ പറയും എന്താ ഇതെന്ത് സാധനമോ? മുട്ട കേക്കോ? ഇതെങ്ങനെ റേറ്റൊക്കെ എങ്ങനെ? ഒരു പീസിന് എങ്ങനെ കൊടുക്കുന്നത്? 5 രൂപക്ക് ഒരു പീസോ? ഭയങ്കര ലാഭമാണല്ലോ ഇപ്പോൾ ഇത്. ബാക്കിയുള്ള കച്ചവടക്കാരൊക്കെ പെരുവള്ളൂർ എന്താ പറയുക ചന്തയിൽ നിന്നും ഇങ്ങോട്ട് ഒഴുകി എത്തുന്ന രീതിയിലാണ്. ഇങ്ങോട്ട് വരാനായിട്ട് ഒരു കുട്ടി ഇവിടെ വൺ സെറ്റപ്പ് ആണല്ലോ. ഫുള്ള് ഗൂഗിൾ പേ സ്കാനർ, അതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്തൊക്കെയുള്ളത് ഞാൻ പറഞ്ഞോ? യെസ്, പണ്ടത്തെ മിഠായികളില്ലേ? തീർച്ചയായിട്ടും നമ്മളൊക്കെ അഴവിറക്കുന്ന, അതായത് ഒരു കാലത്ത് സ്കൂളുകളിലൊക്കെ നാരങ്ങ മിഠായി ഇതിനൊക്കെ എത്ര? ഒരു പാക്കിന് 10. ഓക്കെ, ഒന്നെടുക്കുകയാണെങ്കിൽ 1 രൂപ അങ്ങനെയും കൊടുക്കും. മൊത്തമായിട്ടും ചില്ലറയായിട്ടും കൊടുക്കപ്പെടുന്നതാണ്. ഇതെന്താ പുഡിങ്ങോ? ഇതാരതാ പുഡിങ്? ഇതെന്താ പുഡിങ്ങോ? അവിടെ ഒരു കച്ചവടം ഉണ്ട്. അതുപോലെ തന്നെ ഇതെന്താ കാടമുട്ട എങ്ങനെ ഇവിടെ റേറ്റ്? അവിടെയൊക്കെ റേറ്റ് കുറവാണ്. ഇവിടെ എങ്ങനെ റേറ്റ്? 1 രൂപ. അവിടെ 1 2 രൂപയാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങണം. ഇൻഷാല്ലാ വാങ്ങും. നമുക്ക് ആദ്യം നമ്മുടെ സാധനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. ഇതെന്താ സാൻഡ്വിച്ചോ? ബ്രെഡ് സാൻഡ്വിച്ചോ? എങ്ങനെ റേറ്റ്? എങ്ങനെ? 10 രൂപ ഒരു ബ്രെഡ് സാൻഡ്വിച്ചിന് 10 രൂപ. അടിപൊളി. ഇവിടെ എന്താ ഉള്ളത്? ഇത് വെറൈറ്റി ആയിട്ട് ബ്രെഡ് പൊരിച്ചതുണ്ട്, അതുപോലെ ഇലക്കടികളുണ്ട്. വാട്ട് ഇസ് ദിസ്? ഇതെന്താ ഗുലാബ് ജാമോ? ഈ എന്താ പറയാ, ഈ ചന്തയിൽ ഏറ്റവും വെറൈറ്റി ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ച ഒരു സാധനമാണ് ഈ ഗുലാബ് ജാമ്. എങ്ങനെയാണ് ഗുലാബ് ജാമിന് എങ്ങനെയാണ് വില കൊടുക്കുന്നത്? 5 രൂപ. ഒന്നിന് 5 രൂപ. ഒരു ഗുലാബ് ജാമിന് 5 രൂപ. ഇത്രയും കുറഞ്ഞൊരു സാധനങ്ങൾക്ക് വേറെ എവിടെയും കിട്ടൂല. ഗുലാബ് ജാമ് 5 റുപ്യയിൽ കുറഞ്ഞിട്ടുള്ള വിലക്ക് നിങ്ങൾക്ക് കിട്ടൂല. ഇതെന്ത് സാധനം? സേമിയ കേക്ക്. എത്ര രൂപ വരുന്നേ? 10 രൂപ ഒരു സേമിയ കേക്കിനല്ലേ? ഓക്കെ, ഇവിടെ എന്താ വേറെ എന്തോ ഒരു സാധനം ഉണ്ട്. ഉന്നക്കായ 4-5. ഒരു ഉന്നക്കായക്ക് 5 റുപ്യക്ക് ഇവിടെ ഉന്നക്കായ കൊടുക്കുന്നുണ്ട്. വേറൊരു കച്ചവടക്കാർ. ഇതെന്താ പുഡിങ്ങോ? എന്ത് പുഡിങ്ങാ? വെറൈറ്റികൾ 2 തരത്തിലുള്ള പുഡിങ് ഉണ്ട്, അവൈലബിൾ ആണ്. എങ്ങനെ ഒരു പ്ലേറ്റിന് എങ്ങനെ റേറ്റ് വരുന്നേ? ഒറ്റ പുഡിങ്ങാ. എങ്ങനെ ഒരു പ്ലേറ്റ് എങ്ങനെ റേറ്റ് വരുന്നേ? 10 രൂപക്ക് ഒരു പ്ലേറ്റ് പുഡിങ്. ഭയങ്കര ലാഭമാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അടുത്ത കച്ചവടക്കാരിലേക്ക് പോകാം. ഇവിടെ എന്താണ് കച്ചവടം? ഇവിടെ എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ളത്? 2 രൂപയ്ക്ക് സ്റ്റിക്കേഴ്സ്. ഓക്കെ, 5 രൂപയ്ക്ക് പെൻസിലുകൾ. ഓക്കെ, പിന്നെ മുരിങ്ങൻ്റെ ഇല ഉണ്ടല്ലേ? ഒരുപാട് മുരിങ്ങൻ്റെ ഇല ഉണ്ട്.
പിന്നെന്താണുള്ളത് സ്പെഷ്യലായിട്ട്? ഇതെന്താ ജ്യൂസ്? എന്താ പൈനാപ്പിൾ ജെയിമോ? പൈനാപ്പിൾ ജെയിം എത്ര ഒരു ഗ്ലാസ്സിന്? എത്ര? 10 രൂപക്ക് ഒരു ഗ്ലാസ് കിട്ടും. അടുത്തതായിട്ട് വീണ്ടും പാനിപൂരി. ഗൂഗിൾ പേ അവൈലബിൾ ആണ്. യെസ്. ഒരു 25 രൂപ ഒരൊറ്റൊന്നിന്. സാമ്പിൾ ഉണ്ട്, സാമ്പിൾ നോക്കട്ടെ. ഇവിടെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടോ സാമ്പിളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഹോം മെയ്ഡ് ആണ്, എല്ലാം ഹോം മെയ്ഡ് സാധനങ്ങളല്ലേ. നമ്മള് സ്പെഷ്യൽ ആയിട്ടുള്ള ചാനച്ചാർ 25 രൂപയ്ക്കുള്ള സാധനം ഉണ്ട് അല്ലേ. അടിപൊളി. ഏതായാലും വെറൈറ്റി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അടുത്തായിട്ട് ഇവിടെ എന്തുള്ളത് സാധനം? കാടമുട്ട. ഒരു കാടമുട്ടക്ക് എത്ര വരുന്നേ? 5 രൂപക്ക് ഒരു കാടമുട്ട. വാവ്. ഇവിടെ 5 രൂപക്ക് ഒരു കാടമുട്ട. അവിടെ 2 രൂപ കൊടുക്കണ്ടല്ലോ. സംഭവം സെറ്റ് ആട്ടോ. അടുത്ത ഇവിടെ എന്താ? നേരത്തെ നമ്മള് വീഡിയോ എടുത്തു. അടുത്ത ഇവിടെ എന്താ? എടാ ഹെൽത്തി കുട്ട. എന്ത് ജ്യൂസാണിത്? ഫ്രൂട്ടി അല്ലേ? ഹെൽത്തി. അടുത്ത എന്താ സാധനം? എന്താ? ചിക്കൻ കേക്ക്. ഒരു പീസിന് എത്ര രൂപ കൊടുക്കണ്ടേ? 5 രൂപക്ക് ഒരു പീസ്. ഓക്കെ, അടിപൊളി. ഇതെന്താ? കൈതച്ചക്ക. പൈനാപ്പിള് എത്ര രൂപ? ഇത് ഗൂഗിൾ പേ ആണോ? എല്ലാം അവൈലബിൾ ആണ്. ആര് വന്നാലും എല്ലാം അവൈലബിൾ അല്ലേ. ഇവിടെ എന്തൊക്കെയാ? ഇപ്പിലിട്ട പലതരം സാധനം. തേൻമിഠായി. ഒരിക്കലും മറക്കാതെ തേൻമിഠായി. പല ചന്തകളിലും പല കടകളിലും കിട്ടാത്തൊരു സാധനമാണ് താങ്കളുടെ വിൽപ്പന. ഇത് എത്ര രൂപ ഒന്നിന്? 1 രൂപ. ഒരു കുട്ടി 1 രൂപ ഉള്ളൂ. 1 രൂപയ്ക്ക് ഒന്ന് കിട്ടും, ലഭ്യമാണ്. അതുപോലെ വേറെ ഒരുപാട് കേക്ക് സാധനങ്ങൾ. ഈ മുളക് പൊടിയാണത്. മുളക് പൊടി കേക്കിലേക്ക് പോലേ തെറ്റ്. അവിടെ വേറൊരാളുണ്ട് ബീഹാറിൽ നിന്നും പാനിപൂരിയുമായി മറ്റൊരാൾ എത്തിയിട്ടുണ്ട്. പറഞ്ഞോളൂ, എന്താണ് പാനിപൂരി? എങ്ങനെ റേറ്റ്? ഒരു പ്ലേറ്റിൽ എത്ര രൂപ ഉണ്ടാവും? എത്ര ഉണ്ടാവും? 9 സാധനങ്ങൾ 40 രൂപ. ഓക്കെ, പാനിപൂരി. അതുപോലെ തന്നെ പോപ്കോൺ ഇവിടെ ലഭ്യമാണ്. പോപ്കോൺ എന്താ ലൈവാണോ അല്ല ഉണ്ടാക്കി വെച്ചതല്ലേ? ഇതെന്താ സാധനം? സ്പൈസി കോണില്ലേ? ഇത് എത്ര റേറ്റ്? 10 രൂപ. ഇവിടെ എന്താ സാധനങ്ങളേ? ചായയും കേക്കിനും കൂടി 10 രൂപ. അതായത് ഒന്നിന് 5 രൂപ. ചായയും കേക്കിനും കൂടി 10 രൂപ. ഒരു കേക്ക് എടുത്തു, ഞാൻ ഒരു ചായ എടുത്തു, 10 രൂപ എന്നാ മതി. ചായ മാത്രം എടുക്കുകയാണെങ്കിലോ ലാഭാണല്ലേ. ഗൂഗിൾ പേ സ്കാനറൊക്കെ റെഡി ആട്ടോ. വേറെന്താ ഉള്ളത്? 15 രൂപ. എവിടെയും കിട്ടൂല, കാണുമ്പോ വാങ്ങാം. 40 30 രൂപ കൊടുക്കണം. ഇതിപ്പോ 15 രൂപയൊക്കെ ഇവിടെ കൊടുക്കണ്ടേ. ഓക്കെ, അടുത്തത് ഇത് വീട്ടിലുണ്ടാക്കിയതാ? ഹോം മെയ്ഡ് ആണോ? കൈകൊണ്ട് മേക്ക് ചെയ്തിട്ടുള്ള സാധനമാണ്. സ്ത്രീകള് 15 രൂപ ഒന്നിന്. ഇതെന്താ? പോപ്കോൺ. ഇതും ഹോം മെയ്ഡ് 10 രൂപ. വേറെന്താ? പുളി. ആവശ്യമുള്ള സാധനമാണ് വീട്ടിലേക്കൊക്കെ, വേണമെങ്കിൽ വാങ്ങാം. ഇതെന്താ? ഒറ്റൊന്നിന് 5 രൂപ. ഓക്കെ, അടുത്ത ആള്. ഇവിടെ ഒരു എന്താ പറയാ, ഒരു കൃഷി തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ചെടികൾ ഇവിടെ ഉണ്ട് അല്ലേ. ഒരുപാട് ചെടികളുണ്ട്. ഡേഞ്ചറായിട്ടുള്ള ചെടികളുണ്ട്, എല്ലാം ഉണ്ട്. ഇതിനൊക്കെ എത്ര? ഇതൊക്കെ ചെടിയൊക്കെ എങ്ങനെ റേറ്റ് വരുന്നേ? എല്ലാം 10. എല്ലാം 10. പിന്നെന്താ? ചെല്ലി മിഠായോ? പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വാങ്ങാനായിട്ട് സാധിക്കും. ഇതെന്താ? ഇതിനെത്ര രൂപ? 1 രൂപ ഒറ്റൊന്നിന്. ഓക്കെ, പിന്നെ ഇപ്പിലിട്ടിന്റെ പല വകകളുണ്ട്. അടുത്തതായി സാർ, ഇവിടെ വേറൊരു വെറൈറ്റി സംഭവം ഉണ്ട്. എന്താ വെച്ചാല് ഇവിടെ ഒരു ചായ ഒരു കേക്കും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 10 രൂപ എടുത്താൽ മതി. ഒരു ചായയും ഒരു കേക്കും വാങ്ങണേ 10 രൂപ. കേക്കും 10 രൂപ. പോയി ഇവിടെ ബൺ മസ്ക് ഉണ്ടോ? നോക്കട്ടെ. ഇവിടെ എന്താ ഉള്ളത്? 1 മസ്ക് ഉണ്ട്. 15 രൂപയ്ക്കോ? സാർ ഇവിടെ ഭയങ്കര ലാഭം കേട്ടോ. ഈ ഏരിയയാണ് ഭയങ്കര ലാഭം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അവിടുത്തെ ഏരിയയിലേക്ക് ഒരു ബൺ മസ്കിനൊക്കെ 30 രൂപ കൊടുക്കണം. ഇവിടെ 15 രൂപയ്ക്ക് കിട്ടും അല്ലേ. തള്ളി അതടിച്ചു പോയി. അടുത്തത് ഇവിടെ എന്താ ഉള്ളത്? സ്പെഷ്യലായിട്ട് എന്താ സാധനം ഉള്ളത്? ഞാൻ പറഞ്ഞോളൂ, ഉപ്പിലിട്ടിന്റെ ഒരു പലചരക്ക്, ഒരു പല വക കടയാണ് ഇവിടെ ഉള്ളത്. ഉപ്പിലിട്ടിന്റെ ഒരു പല വക കട അല്ലേ. ഉപ്പിലിട്ട സാധനങ്ങളാണ്. കൈതച്ചക്ക നേരെ, പൈനാപ്പിൾ നേരെ അരിഞ്ഞിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ എത്ര റേറ്റ് ഒക്കെ എങ്ങനെ? 3 രൂപ. 3 രൂപയ്ക്ക് പൈനാപ്പിൾ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ ബലൂൺസ് അല്ലേ. ഇതൊക്കെ എത്ര രൂപ കൊടുക്കണ്ടേ? 5 രൂപ. ഒരു ഒറ്റ പാക്കിന് 5 രൂപ. നേരെ പോട്ടെ. പിന്നെതാ ഇവിടെ ഒരു ബിഗ്, നമ്മളൊക്കെ ഒരു എന്താ പറയുക, പുറത്തൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പിൽ വളരെ ഭംഗിയായിട്ട്
ഒരു കച്ചവടക്കാരി ഉപ്പിലിട്ട പല വർഗ്ഗങ്ങളും ഫ്രൂട്ട്സുകളും അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അന്വേഷിച്ച് നോക്കാം എങ്ങനെ വരുന്നത്, റേറ്റ് ഒക്കെ എങ്ങനെ വരുന്നത്. കൈത പൈനാപ്പിൾ എല്ലാത്തിനും 5, ഓളഞ്ച്, ഇതൊക്കെ 5, ഈ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ 5. ഈ മാങ്ങക്ക് 5 വരുന്നത്. ഈ മാങ്ങക്ക് നിങ്ങൾക്ക് പുറത്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 10 റുപ്യ കൊടുക്കേണ്ടി വരും അല്ലേ? 10 റുപ്യ കൊടുക്കേണ്ടി വരില്ലേ? 10 റുപ്യ കൊടുക്കേണ്ടി. പക്ഷെ 5 റുപ്യ നിങ്ങൾക്ക് ഈ മാങ്ങ കിട്ടും. എന്നും കിട്ടൂല, കിട്ടുമ്പോൾ വാങ്ങലേ, കിട്ടുമ്പോൾ വാങ്ങുക എന്നിട്ട് പോവുക, എത്ര ഉള്ളൂ അല്ലേ? അടുത്ത് പറയും ഇവിടെ എന്താ സാധനമുള്ളത്? ചെടികളാണോ? ചെടികളുടെ ഒരു സമാഹാരം തന്നെ ഇവിടെ ഉണ്ട്. പുതിന തൈകളാണ്. ഏതിത്? പുതിന തൈകള്. ഇത് ചെടികളിലെ കച്ചാർവായ. എന്താണ് സാധനം? മീനോ? ലക്ഷദ്വീപിലെ മീനാണിത്. ഓ, ഇത് മീനാട്ടോ. ഇത് മാസിലെ മാസ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇത് എങ്ങനെയാണ് നമ്മൾ കഴിക്കൽ? എങ്ങനെയാ? ഇത് ലക്ഷദ്വീപിൽ നിന്ന് കൊണ്ടുവന്നതാ. വളരെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ഈ ഒരു ഇതിൽ വരുന്നതിന്റെ അവസാനത്തെ സാധനമാണിത്. വത്തക്ക വെള്ളം അല്ലേ? വത്തക്ക വെള്ളം അല്ലേ ഇത്? ഒരു വത്തക്ക വെള്ളം, ഒരു ഗ്ലാസ് വത്തക്ക വെള്ളത്തിന് എത്ര? 10 റുപ്യക്കുള്ള വത്തക്ക വെള്ളം. നല്ല തണുത്ത സാധനം. എവിടെയും കിട്ടും. നിങ്ങൾ കുടിച്ചോ? 10 രൂപ കുടിച്ചോ? കുടിച്ചിട്ട് അതിന്റെ എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യണം. ഇതെന്ത് സാധനം? ലൈമോ? നാരങ്ങ സോഡ. ഓ, ലൈവായിട്ട് നാരങ്ങ സോഡ മേക്കിങ്, അതുപോലെ വത്തക്ക വെള്ളം, എല്ലാ തരത്തിലുള്ള സാധനങ്ങളും നമ്മൾ ഈ ഒരു റോ നോക്കുകയാണെങ്കിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ. ഓക്കെ, നെക്സ്റ്റ് ഡ്രോയിലേക്ക് നമുക്ക് പോവാം. സോ ഇവിടെ എന്തൊക്കെയാണുള്ളത് പറഞ്ഞോളൂ. ഒരുപാട്. ഇവിടെ കുരുമുളക് വരെ ഉണ്ടോ? കുരുമുളകോ? ഇവിടെ ഉപ്പിലിട്ട് ഇവിടെ ഒരു ബോർഡുണ്ട്. മാങ്ങ, കക്കരി, മുരിങ്ങയില, പപ്പായ, കുരുമുളക്, സമോസ, എന്തൊക്കെയാണുള്ളത്? കരിമ്പോ? എങ്ങനെ കരിമ്പ്? എങ്ങനെ റേറ്റ്? ഒരു കരിമ്പ് എങ്ങനെ? ഓക്കെ, ഇത്ര രൂപ 5 റുപ്യ, ഇത്ര രൂപ 10 റുപ്യ. ഇത് എവിടെ നിന്ന് കിട്ടൂല കേട്ടോ. ഇങ്ങനത്തെ കരിമ്പ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടൂല. ഇതിനൊന്ന് ഒറൈസ് വരാണ്ട്, വേറെ ട്രയൽ വരാണ്ട്. ഇതെങ്ങനെ? കുരുമുളകിന്റെ റേറ്റ് എങ്ങനെ? 2 റുപ്യക്ക് ഒരു കുരുമുളകിന്റെ. കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന സാധനമാണ് കുരുമുളക്. ഇതിന് ഒരൊറ്റ ട്രേക്ക് 2 റുപ്യക്ക് കിട്ടും. ഓ, ഭയങ്കര കച്ചവടമാണ്. അടുത്ത പായസം. എന്താണ് പായസം? പറഞ്ഞോ. എന്താ പ്രത്യേകത ഉള്ള പായസാണോ? സേമി പായസാണോ? എങ്ങനെ? ഒരു ഗ്ലാസ്സിന് എത്ര വില? 5 റുപ്യക്ക്. അടുത്തത് ഇതെന്ത് പുട്ടിങ്ങാ? ഇളനീർ പുട്ടിങ്. ഓ, ഇളനീർ പുട്ടിങ്. അതെങ്ങനെ വില? ഒരു പ്ലേറ്റ് എത്ര കൊടുക്കണേ? 5 റുപ്യക്ക് ഒരു പ്ലേറ്റ്. ഒരു പ്ലേറ്റ് 5 റുപ്യക്ക്. എത്ര പീസ് ഉണ്ടാവും? ഓക്കെ, നമ്മൾ നേരത്തെ വാങ്ങിയിട്ടുള്ളൊരു നാരങ്ങ വെള്ളം, നാരങ്ങ സോഡ. എന്താണ്? നാരങ്ങ സോഡ. കൊടുക്കണ കായ്ക്ക് പുറത്ത് ഞങ്ങൾ കുടിച്ചേക്കണി. എങ്ങനെയുണ്ട് സാധനം? അടിപൊളി സാധനല്ലേ? വീട്ടിലെ സാധനം. ഇവിടെ വേറൊരു കച്ചവടക്കാരൻ എല്ലാ രീതിയിലും ഒരുങ്ങി തയ്യാറായിട്ട് നിന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ? 5 റുപ്യക്ക് ഫ്രൂട്ടി. എടാ ഹെൽത്തി കുട്ടാ, ഫ്രൂട്ടി ആയിട്ടാണ് കളിയല്ലേ? പെൻസിലുണ്ടോ? എല്ലാ കാര്യത്തിനും പെൻസിൽ വരെ ഉണ്ട്. 10 റുപ്യക്ക് ഒത്തക്ക വെള്ളം. 10 റുപ്യക്ക് ഒറ്റൊന്നിന്. ഇതെന്താ സാധനം? എന്താ? ബ്രെഡ് ഉണ്ടാ? ഓക്കെ. വേറെ അടുത്ത് ബൺമസ്കി. വീണ്ടും ഇത് മറ്റേ ഗുലാബ് ജാമല്ലേ? ഇതിന് എത്ര റുപ്യ ഒന്നിന്? 5 റുപ്യ. ലക്ഷദ്വീപ് അവിടെ ഉണ്ട്. അതാ ആ സാധനം. അച്ചാറിനൊക്കെ എത്ര വരുന്നേ? 20 റുപ്യ. വീട്ടിലുണ്ടാക്കിയതൊക്കെ ഹോം മെയ്ഡ് സാധനങ്ങളാണ്. ഹോം മെയ്ഡ് സാധനം. ഇതിനൊക്കെ ഏകദേശം 20 റുപ്യാണ് വരുന്നുള്ളൂ. വെർത്താണ്. കാരണം അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് നമ്മൾ എല്ലാ സാധനങ്ങളും. സാറേ ഇപ്പൊ തരാം. അതെന്ത് സാറേ? മോളെ പേര്? എവിടെയും കിട്ടൂല കേട്ടോ. കാണുമ്പോ വേങ്ങ, അത്രേ ഉള്ളൂ. പെട്ടെന്ന് വരെ എവിടെയും കിട്ടൂല. അതും ഇത്ര വലിപ്പമുള്ള ബോട്ടില് തേങ്ങയിൽ നിന്ന് മൂരിത്തിരിഞ്ഞുണ്ടാക്കിയ സുർക്ക, വിനെഗർ. സാർ നേരിട്ട് കുടിച്ചാൽ എന്തേലും
സുർക്ക ഒരു സുർക്ക ഫീലില്ലേ? അതെ അതെ, അത് വായിലേക്ക് പോലും വെക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ എഫക്ട് കിട്ടുന്നുണ്ട് സർ. സത്യമായിട്ടും സാധാരണ വെള്ളം പോലെ കുടിക്കാനുള്ള സത്യമായിട്ടും വെക്കുമ്പോഴേക്കും ചുണ്ടിന് പവർ അടിച്ചിട്ട് സാർ അത് കുടിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള സുർക്ക അവിടെ ലഭ്യമാണ്. തേങ്ങ വെള്ളം ഉപയോഗിച്ചുള്ള വിനഗിരി. ഇത് എവിടെ വിനഗിരി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതുപോലെ തന്നെ വെറൈറ്റി വേറൊരു സാധനം ഇവിടെ ഉണ്ട്. എന്താ കളർ കോഴിക്കുട്ടികൾ. എടാ ഈ കളർ കോഴിക്കുട്ടിക്ക് എങ്ങനെ വില കൊടുക്കുന്നത് സാറേ? പച്ച നീല ചോപ്പ്. ആ പച്ച നീല ഇപ്പൊ കളറിൽ ഒപ്പം വാങ്ങിയാൽ കണ്ണൻ ചിപ്പിക്കുന്ന കളറിൽ കിട്ടുന്നതാണ്. 2 30 രൂപയാണ് കളർ ബൈക്ക് ഇട്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്. 2 30 രൂപ അല്ലേ? മഞ്ഞ ചോപ്പ് നീല പച്ച ഏതും ഇപ്പൊ വന്ന സെലക്ട് ചെയ്യാം. റോസ് മാത്രമല്ല കിട്ടുന്നത്, പിങ്ക് കൂടെ കിട്ടുന്നത്. വീണ്ടും തുടരാം. എന്താണ് ഇവിടെ? എന്താണ് അവലും വെള്ളോ? അവലും മിൽക്കോ? അവലും വെള്ളോ? ഇതെന്തത് അവലും വെള്ളം? എത്ര രൂപയാണ് ഒരു ഗ്ലാസ്സിന് വരുന്നത്? 10 രൂപയ്ക്ക് ഒരു ഗ്ലാസ്. ഗ്ലാസ് ഇവിടെ ഒക്കെ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. ഇത് ഈ ഒരു ഗ്ലാസ്സിനാണ് ഇവര് 10 രൂപയ്ക്കാണ് ഈ അവലും വെള്ളം വരുന്നത്. വളരെ നല്ല ടേസ്റ്റുള്ള സാധനമായിരിക്കും എന്ന് വിചാരിക്കും. ഇതെന്താ മോമൂസ് കച്ചവടം തുടങ്ങിയിട്ട് ആകെ 1 മണിക്കൂറായിട്ടുള്ളൂ അല്ലേ? തീർന്നു, സാധനം തീർന്നു. മോമൂസ് അപ്പോത്തും തീർന്നു. ദ പൊട്ടിക്കൽ സർബത്ത് നമ്മളെന്നെ എവിടെ പൊട്ടി അടിക്കടാ. നിങ്ങൾക്ക് പൊട്ടിക്കൽ സർബത്ത് വെറൈറ്റി ആയിട്ട് എയിംസ് സ്കൂളിന്റെ ഒരു പൊട്ടിക്കൽ സർബത്ത് കാണാം. എത്രയും പെട്ടെന്ന് നമ്മുടെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വരിക. ബൂസ്റ്റ് കുലിക്ക് എത്ര രൂപയാണ് ഒരു ബൂസ്റ്റ് കുലിക്ക് കൊടുക്കുന്നത്? വെറും 15 രൂപക്കാണ് സാർ. സാർ മോമോസ് നമ്മുടെ മോമോസ് ഇവിടെ കാലിയായിട്ടുണ്ട്. ആ മോമോസ് കഴിഞ്ഞു. ഇവിടെ എന്ത് സാധനം? കടുക്കപ്പം. സാർ സാർ സുഫിയാൻ സാർ, സുഫിയാൻ സാർ കടുക്കപ്പം. കടുക്കപ്പം കടുക്കപ്പം വെറും 3 രൂപ. 3 രൂപയ്ക്ക് കടുക്കപ്പം. ആ കടുക്കപ്പം നല്ല കടുപ്പുള്ള കടുക്കപ്പാണ്. സാധനം സെറ്റാണ്. കഴിയാനായില്ലേ? ഇത് ഫുൾ ഉണ്ടായിരുന്നു. ഇനി വളരെ കുറച്ച് കടുക്കപ്പം മാത്രമാണുള്ളത്. ഇത് കഴിഞ്ഞാൽ ഇവിടെ എന്താ? ഇതെന്ത് സാധനം? വാട്ട് ഈസ് ദിസ്? കാന്താരി കാന്താരി കപ്പ. ഇതെങ്ങനെ റേറ്റ്? എങ്ങനെ കാന്താരി കപ്പ? ഒരു പ്ലേറ്റ് എത്ര? 25 രൂപ. വെറും 25 രൂപയ്ക്ക് കാന്താരി കപ്പ കിട്ടും. ഇത് പരിപ്പ് വടയാണ്. ഫലാഫിലുണ്ട്, മയോണീസ് ഉണ്ട് അല്ലേ? വളരെ വെറൈറ്റി ആയിട്ട് ഫലാഫിലുണ്ട്, മയോണീസ് ഉണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതെന്താണ് സാധനം? ഗ്രീൻ പീസ്. ഇതെങ്ങനെ ഒരു പ്ലേറ്റിന്റെ റേറ്റ്? 10 രൂപയ്ക്ക് ഒരു പ്ലേറ്റ് ഗ്രീൻ പീസ്. ഭയങ്കര ലാഭമാണ്. നിങ്ങൾക്ക് നഷ്ടമല്ലേ? ഇതെന്താ? പാസ്ത 20 രൂപ ഒരു പ്ലേറ്റ്. ഭയങ്കര ലാഭമുള്ള കാര്യമാണ്. പോപ്കോൺ. ഇതെന്ത് സാധനം? മാർക്കറ്റ് തുടങ്ങിയ ഭാഗത്ത് തിരക്ക് കുറവുണ്ട്. തിരക്കുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ്. മറ്റേ TNT-ലൊക്കെ ഷവായ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന്റെ കൂടെ കിട്ടുന്ന സാധനമാണ്. ആ സാധനമാണ് ഇവിടെ. ഇത് എത്ര ഒരു പാക്കിന്? 20 രൂപയ്ക്ക്. വെറും 20 രൂപയ്ക്ക് ഇതേപോലത്തെ സാധനം. അത് കഴിഞ്ഞ ഇതെന്ത് സാധനം? ചീസ് ബോളില്ലേ? ചീസ് ബോളിന് എത്ര രൂപയെ? 5 രൂപയ്ക്ക് ചീസ് ബോൾ. ലാഭമാണ് നിങ്ങൾക്ക് ഇതൊക്കെ വെക്കുന്നുണ്ട്. ചീസ് ബോളിലൊക്കെ വെക്കുന്നുണ്ട്. ആയിക്കോട്ടെ. അടുത്തത് ഇവിടെ പൊരിക്കടികളുടെ ഒരു സ്വാഗതം തന്നെ കാണാം. എന്തൊക്കെയാ? ഇതെന്താ? പൂള, ഇറച്ചിയും പൂളിയും. എങ്ങനെ ഒരു പ്ലേറ്റിന് എങ്ങനെ റേറ്റ്? 20 രൂപ. എവിടെയും കിട്ടൂല, എവിടെയും കിട്ടൂല. ഇതെന്താ സാധനം? ഇഡ്ലി കേക്കോ സാറേ? ഇഡ്ലി കേക്ക് വെറൈറ്റി. ഇഡ്ലി കേക്ക്. ഇതെന്താ? ഉഴുന്നുവട. ഉഴുന്നുവടന്റെ കൂടെ ഇവിടെ നമുക്ക് ഊർക്കാപ്പുളി ഉള്ളത്. നല്ല സാധനങ്ങളാണ്. എങ്ങനെ ഉഴുന്നുവടക്ക് എങ്ങനെ റേറ്റ്? ഒരു ഇഡ്ലി കേക്ക് എങ്ങനെ റേറ്റ് വരും? ഇഡ്ലി കേക്ക് എങ്ങനെ? 10 രൂപ ഒറ്റൊന്നിന്. വ്യത്യസ്തകരമായിട്ടുള്ള കുറച്ച് കച്ചവടക്കാർ നമുക്ക് കാണാം. ഇവര് കച്ചവടത്തിനായിട്ട് തുനിഞ്ഞിറങ്ങിയതാണ്. ശബ്ദമൊന്നുമില്ല. വരെ വരെ എന്തൊക്കെയുള്ളത് നിങ്ങളെ? കസ്തൂരി മഞ്ഞൾ 10 രൂപ. വലുതിന് 10, വലുതിന് 20, വലുതിന് 20, ചെറുതിന് 10. കസ്തൂരി മഞ്ഞൾ ഇതൊന്നും ചന്തയിൽ പോയാലും കൂടി ചിലപ്പോ കിട്ടൂല. അതുപോലെ തന്നെ ഇതെന്താ സാധനം? ചേന, പിലാത്തിച്ചേമ്പ്. ഇതൊന്നും കിട്ടൂല. ചന്തയിൽ പോയാലും പോലും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കുറവായിരിക്കും. കച്ചാർ വായ കുറച്ച് പുറത്തേക്ക് വന്ന ഇംഗ്ലീഷ് മീനുകളാണുള്ളതില്ല.
ആ അതെന്താ ഗപ്പിയാണോ? അല്ല ഇത് ഗപ്പിയല്ലല്ലോ, ഇതെന്ത് സാധനം? സീബ്ര. ഇതെങ്ങനെ റേറ്റ് എങ്ങനെ ഒരു പീസ് ഒരു പേര്? 50 റുപ്യക്ക് ഒരു പേരില്ലേ? ഇതെന്താ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇവിടെ ഇതെന്താ സാധനം? എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആഫ്രിക്കൻ മുയലല്ലേ? കച്ചവടം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത്രയും തിക്കും ഭയങ്കര ഒരു തിക്കും തിരക്കാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളെ കൗണ്ടറിൽ നമ്മളെ പ്രിയങ്കരായിട്ടുള്ള ഉസ്താദ്മാരുണ്ട്. എന്താണ് നമ്മുടെ ഈ ഒരു കുട്ടിച്ചന്തനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? സാർ പറയും. ഇവിടെ നമ്മളെ കൗണ്ടറിൽ വേറെ വ്യത്യസ്തകരമായിട്ടുള്ള ഒരു സംഭവം, 30 റുപ്യക്ക് ആരെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വൗച്ചർ കിട്ടും. ആ വൗച്ചർ പ്രമാണിച്ച് അതിനുള്ളിൽ ആ വൗച്ചറിൽ ഒരുപാട് സമ്മാനങ്ങൾ ഉണ്ടാവും. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ക്രൗഡൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ആകെ നമ്മളെ പരിപാടി ആകെ 1/2 മണിക്കൂർ ഏകദേശം നോക്കി 2 കുട്ടികളെ ഏകദേശം ഓരോ കംപ്ലീറ്റ് ഓരോ സാധനങ്ങൾ ഫുള്ളാക്കി 1/2 മണിക്കൂർ വേറെ ഒരു രക്ഷയില്ല. അതാണ് ഇതോടെ വെറുതെ ക്രൗഡ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവൂലേ? ക്രൗഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് ചരിത്രത്തിൽ ആദ്യമാണ്. പെരുവള്ളൂർ ചന്ത ഇങ്ങോട്ട് മാറ്റാനായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ മാനേജർ സാർ ഇവിടെ ഉണ്ട്. സാർ എന്താണ് നമ്മുടെ ഈ ക്രൗഡ്, ഇത്രയും ക്രൗഡ് ഉണ്ട് ഇവിടെ? കുട്ടികൾക്ക് ബിസിനസ് മൈൻഡ്, കച്ചവട മൈൻഡ്, അതിനൊരു ഡെവലപ്മെന്റ് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യാണ്, കുട്ടികൾ ഈ രീതിയിലൂടെ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യാണ്. തീർച്ചയായിട്ടും. കാരണം നമ്മള് SSC, UPSC, PSC പോലത്തെ മത്സര പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് എല്ലാ രീതിയിലുള്ള GK കാര്യങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാ കുട്ടികളും ഒരു ഓഫീസറായ ജോലിയായ എന്നുള്ളത് ഇല്ലല്ലോ. അതിൽ നിന്നും വ്യത്യസ്തരമായിട്ടുള്ള ഒരു ചിന്ത ബിസിനസ് രീതിയിലേക്ക് മാറാൻ തീർച്ചയായിട്ടും ഇപ്പത്തെ അതിനൊരു പ്രാക്ടിക്കൽ ആയിട്ടൊരു സെഷൻ ഇവിടെ കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും, നല്ല ബിസിനസ്മാൻ ആവും എന്ന് തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പാണ്. ഈ ഒരു സപ്പോർട്ടിങ് എല്ലാവരും ഇവിടെ കണ്ടുകൊണ്ടുണ്ട്. വളരെ വ്യത്യസ്തകരമായിട്ടുള്ള ആശയങ്ങൾ പോലുമാണ് മാനേജ്മെന്റ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന മാനേജ്മെന്റിന് പോലുള്ളത്. അവിടേക്ക് കുറച്ച് ദൂരത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള വണ്ടികളുടെ ഒരു ക്രൗഡ്, ആ ഒരു ക്രൗഡ് കാണാം. നെട്ടിക്കൽ ബിരിയാണി ഉണ്ടോ? നെട്ടിക്കൽ ബിരിയാണി ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ നമ്മുടെ പരിപാടിക്ക് വേണ്ടി, അതായത് കുട്ടിച്ചന്തക്ക് വേണ്ടി വന്നവരുടെ കാർ പാർക്കിംഗ് സ്ഥലമാണ്. സത്യം പറഞ്ഞത് നിറഞ്ഞു. ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്ത രീതിയിലാണുള്ളത്. കച്ചവടക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞോ? ഇത്ര പൈസ കിട്ടിയോ? എത്ര പെട്ടെന്ന് കഴിഞ്ഞോ? എന്തായിരുന്നു നൂവിന്റെ എന്തായിരുന്നു കച്ചവടം ചെയ്തത്? എന്ത് സാധനം കച്ചവടം ചെയ്തത്? കേക്കോ? അപ്പോൾ ഇത് കഴിഞ്ഞു. ഏകദേശം ഒരു മണിക്കൂറിന്റെ അടുത്തായിട്ടുള്ള നമ്മളെ കച്ചവടം, നമ്മുടെ ചന്ത സ്റ്റാർട്ട്. അപ്പോത്തിന് നമ്മളെ ചന്തയിൽ ഒരു കുട്ടി കഴിഞ്ഞിട്ടുണ്ട്. കൺഗ്രാചുലേഷൻസ്. നേരത്തെ വീഡിയോ എടുത്ത് പോയത്, പക്ഷെ പുതിയ കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ട്. ബൺമസ്ക് അതുപോലെ ഇതെന്ത് സാധനം? കേക്കാണിത്. ഇതെങ്ങനെ ഒരു ഇതിനെത്ര, ഒരു പാക്കിന് എത്ര കൊടുക്കുന്നത്? 20 റുപ്യക്ക് ഒന്ന്. ഇത്ര നല്ല ലാഭമുള്ള കച്ചവടങ്ങളാണ്. കാരണം പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് 20 റുപ്യക്കൊന്നും കിട്ടില്ല. വളരെ വലിയ രീതിയിൽ ചെറിയ കുട്ടികൾ പോലും ഗൂഗിൾ പേ സ്കാനർ പോലും വെച്ചിട്ടാണ് നമ്മളെ കച്ചവടം തുടങ്ങിയിട്ടുള്ളത്. എന്താണ് അവിടെ ഒരു കച്ചവടക്കാരനാണല്ലോ ഭക്ഷിക്കുന്നത്. സാധനം കാണിച്ചിട്ട് നമ്മളെ കുട്ടിച്ചന്തനോട് ബന്ധിച്ചിട്ട് നമ്മളെ രക്ഷിതാക്കളുടെ ഒരു ക്രൗഡ്, ചെസ്റ്റ് ക്രൗഡ് ഇവിടുന്ന് സ്കൂളിന്റെ മുകളിൽ നോക്കിയത് കാണാൻ പോകും. ഇത് നമുക്ക് ഇവിടെ പന്തലിട്ടതുകൊണ്ട് ഇടാത്തോണ്ട് മാത്രമാണ് ഇങ്ങനെ കിട്ടുന്നത്. അവിടെ പന്തലിട്ട ഭാഗത്ത് ഇതിലേറെ വലിയ ക്രൗഡ് നടക്കുന്നുണ്ട്. വ്ളോഗർ പുള്ളി ഇവിടെ എത്തിയിട്ടുണ്ട്. പുള്ളി എന്താ ചെമ്പേറ്റൊക്കെ പോയിട്ടുണ്ട്. വാങ്ങാനുള്ള പ്ലാനിലെന്നുണ്ട്. മൊത്തമായിട്ട് എടുക്കാനുള്ള പ്ലാനിലല്ലേ? മൊത്തമായിട്ട് വലതോടെ സംഭവിക്കും. ആ ഒരു രീതിയിൽ ചെമ്പട്ടിയൊക്കെ വന്നിട്ടുണ്ട്. എല്ലാരും കൂടി കൂട്ടിയാണ്. പാരന്റ്സിന് പണി തരുന്ന ഈ മാഷന്മാർക്ക് പണി കൊടുക്കാനുള്ള ഒരു പുറപ്പാടാണ്. അപ്പൊ ഒരു തലക്ക് നമുക്ക് തുടങ്ങാം. കുട്ടിച്ചന്ത നിങ്ങൾ തന്നെ കാലിയാക്കോ? 5 റുപ്യ ഞങ്ങൾ കച്ചവടക്കാരുണ്ട്. എന്തുള്ളത്? ബന്നും ചായയോ? സാധാ ബന്ന? അസ്കാ ബന്ന ഉണ്ടല്ലേ? എത്ര രൂപ? ഇറാനി ചായ അല്ലേ? രണ്ടും കൂടി 20 റുപ്യ. അപ്പൊ ഇവിടെ ലാഭം. അവിടെ 30 റുപ്യ. രണ്ടും കൂടി അവിടെ 30 റുപ്യ. ഇവിടെ ലാഭം 20 റുപ്യ. എന്നങ്ങനെ വാങ്ങി ഇതാട്ടോ നമ്മള് കച്ചവടം ലൈവായിട്ട് ഇങ്ങനെ നടത്തിയെന്ന്. ഞാൻ അവിടെ പാസ്
അപ്പൊ തന്നെ നമുക്ക് കച്ചവടമായി അല്ലേ? എത്ര രൂപ ഗപ്പീസ് എത്ര രൂപയാ? 40 രൂപ ഫുൾ ഒരു ജോഡി 40. അത് തീയാട്ടോ സാധനം ഉണ്ടല്ലേ? ഇതെത്ര ഇതാ ആഫ്രിക്കൻ മൊയ്യ ഇതെത്ര? ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമുക്കറിയാം നമ്മളെ കുട്ടികള് ലക്ഷ്യം വെക്കുന്നത്. അതായത് പഠനത്തിന് കുറച്ച് പിന്നോട്ടുള്ള കുട്ടികളുണ്ടാവും. ആരാണ് വ്യക്തി? നമ്മൾ 3 വിന്നേഴ്സിനെയാണ് തെരഞ്ഞെടുക്കുന്നത്. ആദ്യ വിന്നർ ആരാണ് നോക്കാം. ആദ്യം കൊണ്ടെടുക്കുന്നു. മൂന്ന് വിന്നറുകളെ തെരഞ്ഞെടുക്കുന്നത് സമീറ സൂപ്പർ ബസാർ. സമീറ സൂപ്പർ ബസാർ. രണ്ടാമത്തെ വിന്നറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സ്കൂളിലെ ഒരു സെലിബ്രിറ്റി കൂടെ ആദം സാർ. ഫുള്ള് കഴിഞ്ഞു. ആദം എങ്ങനെയുണ്ട് അഭിപ്രായം? എന്താ കൊടുത്തിന്റെ? ആദം എന്താ കൊടുത്തിന്റെ? എത്ര രൂപ? 50 രൂപ വാങ്ങി. ഇത് ഫുള്ള് കിട്ടിയ ലാഭം എത്ര രൂപ ലാഭം കിട്ടി? 512. 712. അല്ല എനക്കെന്നട്ടോ കച്ചവടം.